ഇസ്രായേലിനും US-നുമെതിരെ ഇറാൻ യുദ്ധസന്നാഹം ഒരുക്കുകയാണോ? ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളോടാണ് ഖമേനിയുടെ താക്കീത്. ഇസ്രായേലിനെ സഹായിക്കരുതെന്ന മുന്നറിയിപ്പാണ് എക്സിലൂടെ ഖമേനി മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, ഗസയിലെ മാനുഷിക സഹായം തടസ്സപ്പെടുത്തരുതെന്നും ഖമേനി ആവശ്യപ്പെടുന്നു. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളുടെ നിശബ്ദതയാണ് ഖമേനിയെ ചൊടിപ്പിച്ചത്. ഖമേനിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ഗസയുടെ വിഷയത്തിൽ നിശബ്ദരായിരിക്കേണ്ട സമയമല്ല ഇത്. മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. സയനിസ്റ്റ് ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചാൽ അല്ലെങ്കിൽ ഫലസ്തീനിലേക്കുള്ള സഹായം തടഞ്ഞാൽ അത് ആ രാജ്യത്തിൻ്റെ കീർത്തിക്ക് കളങ്കമാകും. ഖമേനി മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത പട്ടിണിയിലും ദുരിതത്തിലുമാണ് ഗസ. ഇസ്രായേൽ തുടരുന്ന ഉപരോധം ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു. പട്ടിണിയെ മനഃപൂർവ്വം ആയുധമാക്കി ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ 900-ലധികം ഫലസ്തീനികൾ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 6000-ലധികം പേർ അനാരോഗ്യത്തിൻ്റെ പിടിയിലാണെന്നും മന്ത്രാലയം പറയുന്നു. ഇരകളിൽ പലരും ക്യാമറയ്ക്ക് മുന്നിലാണ് മരിച്ചു വീഴുന്നത്. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം 71 കുട്ടികൾ മരിച്ചതായും ഗസയിലെ 2 ദശലക്ഷത്തിലധികം നിവാസികൾ ഇപ്പോൾ പട്ടിണി അനുഭവിക്കുന്നുണ്ടെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 130 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ 495 പേർക്ക് പരിക്കേറ്റു. ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുടെ അഭാവം മൂലം ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പട്ടിണിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതിനാൽ ആശുപത്രികൾക്ക് ചികിത്സിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങൾ ജീവൻ രക്ഷാ സഹായങ്ങൾ ഗസയിൽ എത്തുന്നത് തടയുന്നു. ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവ അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളോട് മന്ത്രാലയം അഭ്യർത്ഥനയിൽ ആവശ്യപ്പെട്ടു. ഗസയിൽ പട്ടിണി കൂടുതൽ പിടിമുറുക്കിയതായി UN ഏജൻസികളും അറിയിച്ചു. ഗസയിൽ 40 ഭക്ഷ്യകേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയ ഇസ്രായേൽ പകരം തുറന്ന 4 കേന്ദ്രങ്ങളിൽ എത്തുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതായും റിപ്പോർട്ടുകൾ വന്നു. വടക്കൻ ഗസയിൽ എത്തിയ ട്രക്കുകളിൽ നിന്ന് ഭക്ഷണം കൈപ്പറ്റാൻ എത്തിയവർക്ക് നേരെയാണ് ഇസ്രായേൽ വെടിവെച്ചത്. വടക്കൻ ഗസയ്ക്ക് പിന്നാലെ മധ്യ ഗസയിലും വ്യാപക കുടിയിറക്കലും ആക്രമണങ്ങളും തുടരുകയാണ് ഇസ്രായേൽ.